കടപ്പുറം പഞ്ചായത്തിൽ ബജറ്റിന് മുന്നോടിയായുള്ള ബോർഡ് യോഗത്തിൽ പഞ്ചായത്തിലെ 2, 8, 9, 10, 12, 14 വാർഡുകൾക്ക് ന്യായമായ വിഹിതം നൽകുന്നില്ലെന്നാരോപിച്ച് LDF പ്രതിഷേധ പ്രകടനം നടത്തി. വികസന ഫണ്ട് നൽകാതെ ന്യായമായ വിഹിതം പോലും നൽകാതെ യോഗം പൂർത്തീകരിക്കാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഏകപക്ഷീയമായി തീരുമാനങ്ങളെടുത്ത യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതായും LDF ആരോപിച്ചു. 2024-25 അന്തിമ പദ്ധതി അംഗീകരിക്കൽ മീറ്റിംഗിൽ ഇന്ന് കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാണിച്ചത് അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു രീതിയായിരുന്നു. അതായത് ഈ അജണ്ട മാത്രം വായിക്കുകയും ആ അജണ്ട മേലെ ഒരു ചർച്ചയ്ക്ക് ഇരിക്കാതെയും ചർച്ചയ്ക്ക് അതുപോലെ തന്നെ മറ്റു മെമ്പർമാർക്ക് കേൾക്കാനുള്ളത് കേൾക്കാതിരിക്കുകയുമാണ് പ്രസിഡന്റ് ചെയ്തത്. അതായത് വാർഡുകളിലേക്ക്, പ്രത്യേകിച്ച് LDF വാർഡുകളിലേക്ക് ഫണ്ടുകൾ വീതം വെച്ചത് അതിൽ വളരെയധികം വിവേചനം കാണിച്ചത് ചോദ്യം ചെയ്യുക എന്നുള്ളൊരു സംഭവം ആരംഭിച്ചപ്പോൾ തന്നെ പ്രസിഡന്റ് ഉടനെ തന്നെ യോഗം പിരിച്ചുവിടുകയുണ്ടായിരുന്നു. ഇതുവരെ ഈ ഒരു 3 വർഷത്തിൻ്റെ ഇടയിൽ ഒരിക്കലും ഉണ്ടാവാത്തൊരു സംഭവമാണ്. മുമ്പുള്ള പ്രസിഡൻ്റൊക്കെ ആകുമ്പോൾ കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു ഇതെങ്കിലും കാണിക്കാറുണ്ട്. ഇത് അതുപോലും ഇല്ലാതെ പ്രസിഡന്റ് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. മറ്റുള്ള മെമ്പർമാർക്കും അവർ വാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പരാതികളും പറയാനുള്ളൊരു അവസരം തരാതെ നിഷേധാർത്ഥപരമായിട്ടുള്ള ഒരു രീതിയിലാണ് പെരുമാറിയത്. 2 ദിവസം മുൻപ് ചേർന്ന യോഗത്തിൽ മുൻ പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. മുസ്ലിം ലീഗിനകത്ത് ഇതേ ചൊല്ലി ഭിന്നാഭിപ്രായങ്ങളും ഉയർന്നു. എന്നാൽ വെള്ളിയാഴ്ച അതേ അജണ്ട വെച്ച് ചേർന്ന യോഗത്തിൽ വീണ്ടും വിഷയം അവഗണിച്ചതാണ് പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത്. മെമ്പർമാരായ പ്രസന്ന ചന്ദ്രൻ, സെമീറ ഷെരീഫ്, മുഹമ്മദ്, റാഹില വഹാബ്, CPM ലോക്കൽ സെക്രട്ടറി KV അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയപരമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാലിഹ ഷൗക്കത്ത് പറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞ ശേഷമാണ് ഇറങ്ങിയത്. കഴിഞ്ഞ വർഷം വാർഡുകളിൽ ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. പ്രവൃത്തികൾക്കായി ടെൻഡറുകൾ വന്നിട്ടുണ്ടെന്നും മെമ്പർമാരുടെ അനാസ്ഥയാണ് ഇത് പൂർത്തീകരിക്കാൻ കഴിയാത്തതിന് കാരണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ടെൻഡർ എടുത്താൽ കരാറുകാരെ കൊണ്ട് ജോലി എടുപ്പിക്കേണ്ടത് മെമ്പർമാരുടെ ഉത്തരവാദിത്തമാണെന്നും അതിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടതെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് അവിടുന്ന് ഇറങ്ങിപ്പോയത്. അവരോട് വ്യക്തമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലും വാർഡുകളിൽ ഫണ്ടുകൾ വെച്ചിട്ടുണ്ട്. ടെൻഡറായ വർക്കുകൾ പോലും ഇപ്പോഴും അവരുടെ മെമ്പർമാരുടെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ കിടക്കുന്നത്. കാരണം വർക്കുകൾ ടെൻഡറായി കഴിഞ്ഞാൽ കോൺട്രാക്ടർമാരെ കണ്ട് വർക്ക് നടത്തുക എന്നൊരു ചുമതല കൂടി മെമ്പർമാർക്കുണ്ട്. അതിൽ നിന്നും മാറി നിന്ന് ഫണ്ട് അനുവദിക്കുന്നില്ല എന്നൊരു കാര്യമാണ് LDF മെമ്പർമാരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തോടു കൂടി ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന വാക്കുകളെല്ലാം തികച്ചും രാഷ്ട്രീയപരം മാത്രമാണ്. മീറ്റിംഗ് അവസാനിപ്പിച്ച് എല്ലാവരോടും പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് അടുത്ത പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അതിലേക്ക് പോയി എന്ന് മാത്രം.